അടുത്തൊരിടത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ കുറുമ്പനായൊരു ആന ഉണ്ടായിരുന്നു. ഈ ആനയ്ക്ക് മറ്റു മൃഗങ്ങളെ എല്ലാം പുച്ഛമായിരുന്നു. താനാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ ജീവി, എന്നെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നും പറഞ്ഞ് കാട്ടിലുണ്ടായിരുന്ന മറ്റു മൃഗങ്ങളെയെല്ലാം ഈ ആന ഉപദ്രവിക്കുമായിരുന്നു. മറ്റു മൃഗങ്ങളെല്ലാം ആനയെ കണ്ടു പേടിച്ച് ആയിരുന്നു ജീവിച്ചത്. അങ്ങനെ ഒരു ദിവസം ആന കാട്ടിലൂടെ നടക്കുമ്പോൾ തന്റെ മുൻപിലായി ഒരു ഉറുമ്പിന്റെ കൂട് കണ്ടു. ആന മറ്റൊന്നും ആലോചിക്കാതെ തന്റെ വലിയ കാലുകൾ കൊണ്ട് ആ ഉറുമ്പിന്റെ കൂട് ചവിട്ടി അരച്ചു. ഇതെല്ലാം കണ്ട് ഈ കൂടിന്റെ ഉടമസ്ഥരായ ഉറുമ്പുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഈ ആനയെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ ആനയ്ക്ക് ഒരു പണി കൊടുക്കാനായി ഉറുമ്പുകൾ തക്കം പാർത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ കുസൃതി എല്ലാം കഴിഞ്ഞ് ആന വിശ്രമിക്കാൻ കടന്ന സമയത്ത് ഒരു ഉറുമ്പ് വന്നു ആനയുടെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കയറി. എന്നിട്ട് ആനയുടെ തുമ്പിക്കൈയിൽ കടിക്കാൻ തുടങ്ങി. ആനയ്ക്ക് നന്നായി വേദന എടുക്കാൻ തുടങ്ങി. തന്റെ തുമ്പിക്കൈയുടെ ഉള്ളിലായതുകൊണ്ട് ആനയ്ക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ആന വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി. ഒരുപാട് ദൂരം വേദന സഹിക്കാൻ പറ്റാതെ ആന ഓടി. അങ്ങനെ ഒരു കുളത്തിന്റെ സൈഡിൽ എത്തി. വെള്ളത്തിലേക്ക് തുമ്പിക്കൈ ഇറക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറുമ്പ് ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും പുറത്തു ചാടി. തന്റെ തുമ്പിക്കൈയിൽ നിന്നും പുറത്തുവന്ന ഉറുമ്പിനെ കണ്ടപ്പോൾ ആന ഞെട്ടിപ്പോയി. ഇത്രയും ചെറിയ ജീവിയാണ് എനിക്കിത്രയും വലിയ വേദനെന്നത് ആന ആലോചിച്ചു. ഈ ഉറുമ്പ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ആനയ്ക്ക് മനസ്സിലായി, താൻ ഉറുമ്പുകളുടെ കൂട് തകർത്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു പണി ലഭിച്ചത് എന്ന്. അതോടെ ആനയുടെ അഹങ്കാരം കുറഞ്ഞു. പിന്നീട് സമാധാനത്തോടെ ആ കാട്ടിൽ ആന ജീവിച്ചു. ഇതിലൂടെ നാം എന്ത് മനസ്സിലാക്കണം കൂട്ടുകാരെ? വലുപ്പത്തിൽ അല്ല കാര്യം, നമ്മുടെ ബുദ്ധിയിൽ പ്രവൃത്തിയിലും ആണ് കാര്യം. കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം ഈ ചാനൽ ഷെയർ ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യണം. വീണ്ടും അടുത്ത കഥയിൽ നമുക്ക് കാണാം.